നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യു കെയിൽ വീശിയടിച്ച ഗുറാറ്റി കൊടുക്കാറ്റ് മണിക്കൂറിൽ 159 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റും കനത്ത മഞ്ഞുവീഴ്ചയുമാണ് യു കെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 10,000-കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധമില്ലാതെ തുടരുകയാണ്. കോൺവാൾ, ഐൽസ് ഓഫ് സിലി എന്നിവിടങ്ങളിൽ മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ച അപൂർവമായ റെഡ് വെതർ അലർട്ട് അവസാനിച്ചെങ്കിലും വെസ്റ്റ് മിഡ്ലാൻഡ്സ്, വെയിൽസ്, ഗോസ്റ്റർഷെയർ, യോർക്ക്ഷയർ എന്നിവിടങ്ങളിൽ ആംബർ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മിഡ്ലാൻഡ്സിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും മോശം മഞ്ഞുവീഴ്ചയാണ് ഉണ്ടാകുന്നത്. ചില പ്രദേശങ്ങളിൽ 30 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതോടെ റോഡ്, റെയിൽ ഗതാഗതത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നാഷണൽ ഗ്രിഡ് വെബ്സൈറ്റ് പ്രകാരം സൌത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ 48,000-ലധികം വീടുകളിൽ വൈദ്യുതി ബന്ധമില്ല. വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ 12,500 വീടുകളിലും വെയിൽസിൽ 1,500 വീടുകളിൽ വൈദ്യുതിയില്ല. ഐൽസ് ഓഫ് സിലിയിലെ സെന്റ് മേരീസ് വിമാനത്താവളത്തിൽ മണിക്കൂറിൽ 99 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് രേഖപ്പെടുത്തിയതായി മെറ്റ് ഓഫീസ് അറിയിച്ചു. സ്കോട്ട്ലാൻഡ്, വെയിൽസ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ മഴ, കാറ്റ്, മഞ്ഞ്, ഐസ് എന്നിവയ്ക്കുള്ള യെല്ലോ വാർണിംഗുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫുട്പാത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഗതാഗതത്തിനും പൊതുജനങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ പിഴ ചുമത്തുവാൻ കൌൺസിലുകൾക്ക് കൂടുതൽ അധികാരം നൽകുവാനൊരുങ്ങി സർക്കാർ. ഈ വർഷം അവസാനത്തോടെ പുതിയ അധികാരങ്ങൾ പ്രാബല്യത്തിൽ വരും. നിയമങ്ങൾ ആനുപാതികമായും ന്യായമായും നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇതോടൊപ്പം പുറപ്പെടുവിക്കും. നിലവിൽ ലണ്ടനിലും സ്കോട്ട്ലാൻഡിലും ഫുട്പാത്തിൽ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലൂടെ മറ്റ് പ്രദേശങ്ങളിൽ മാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ കൌൺസിലുകൾക്ക് സാധിക്കും. പുതിയ നടപടികൾ വഴി ഫുട്പാത്ത് പാർക്കിംഗ് പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സാധിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ഫുട്പാത്തിലെ തെറ്റായ പാർക്കിംഗ്, കാഴ്ചവൈകല്യമുള്ളവർ, വീൽചെയർ ഉപയോക്താക്കൾ ഉൾപ്പെടെ പലർക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് ഗതാഗത മന്ത്രി ലിലിയൻ ഗ്രീൻവുഡ് പറഞ്ഞു. സുരക്ഷിതമായ ഗതാഗതത്തിനായി തുറന്ന ഫുട്പാത്തുകൾ അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. യു കെയിലെ ആശുപത്രികൾ, വിവിധ സ്ഥാപനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി തുടർച്ചയായി വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ കേസിൽ അമേരിക്കൻ പൌരനായ ഡേവിഡ് ഹർട്ടിന് 1 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ന്യൂയോർക്ക് നോർത്ത് ഡിസ്ട്രിക്ട് യുഎസ് ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സ്കോട്ട്ലാൻഡ് യാർഡും യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഹാർട്ടിനെതിരെ കേസെടുത്തത്. 2023 ഒക്ടോബർ അവസാനം മുതൽ നവംബർ വരെ ഇയാൾ യു കെയിലെ വിവിധ നമ്പറുകളിലേക്ക് 95 കോളുകൾ വിളിച്ചിട്ടുണ്ട്. ഇതിൽ 66 കോളുകൾ ലണ്ടനിലെ നമ്പറുകളിലേക്കായിരുന്നു. പ്രതി ലക്ഷ്യമാക്കിയ സ്ഥാപനങ്ങളിൽ 7 ആശുപത്രികൾ, 6 ബാറുകൾ, റെസ്റ്റോറന്റുകൾ, സൂപ്പർമാർക്കറ്റുകൾ, 2 പോലീസ് കൺട്രോൾ റൂമുകൾ, ഒരു ക്യാൻസർ വിവരസഹായ കേന്ദ്രം എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. വെസ്റ്റ്മിൻസ്റ്റർ ആബിയെ 2 തവണ വിളിക്കുവാൻ ശ്രമിച്ചെങ്കിലും യു കെയിൽ രാത്രി സമയമായതിനാൽ കോളുകൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. കോൾ ചെയ്ത് താൻ സ്ഥാപിച്ച ബോംബ് ഉടൻ പൊട്ടിത്തെറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് ഇയാൾ പതിവായി സ്വീകരിച്ച് വന്നിരുന്നത്. അമേരിക്കൻ നിരോധനത്തിൽ ഉൾപ്പെട്ട 2 എണ്ണ ടാങ്കറുകൾ ഇംഗ്ലീഷ് ചാനൽ വഴി റഷ്യയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. ആര്യ, ടിയ എന്നീ ടാങ്കറുകളാണ് ബ്രിട്ടന്റെ തെക്കൻ തീരത്തുകൂടി കിഴക്കോട്ട് സഞ്ചരിക്കുന്നത്. യു കെയുടെ സഹായത്തോടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മറീനേറ എണ്ണ ടാങ്കർ യുഎസ് പിടിച്ചെടുത്തതിന് 1 ദിവസത്തിന് ശേഷമാണ് പേര്, രജിസ്ട്രേഷൻ രാജ്യവും പലതവണ മാറ്റിയിട്ടുള്ള ആര്യയും ടിയും ബ്രിട്ടന്റെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് മോസ്കോവുമായി ബന്ധപ്പെട്ട കൂടുതൽ കപ്പലുകൾ പിടിച്ചെടുക്കുവാൻ യുഎസും യുകെയും തയ്യാറാകുമോ എന്ന അഭ്യൂഹങ്ങൾക്ക് വഴിതിരിച്ചിട്ടുണ്ട്. മറീനേറ കപ്പൽ പിടിച്ചെടുത്തത് ന്യായീകരിക്കാനാവുന്നതാണെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹേലി നേരത്തെ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. അനധികൃതമായി എണ്ണ കയറ്റുമതി ചെയ്ത് ഉക്രൈൻ അധിനിവേശത്തിന് ധനം കണ്ടെത്തുകയാണ് റഷ്യ ഇതിലൂടെ നടത്തുന്നതെന്ന് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. സ്വകാര്യ നിക്ഷേപ വിപണികളുടെ വളർച്ചയും അവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അപകട സാധ്യതകളും ഫലപ്രദമായി വിലയിരുത്തുന്നതിനായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് പുതിയ അധികാരങ്ങൾ നൽകേണ്ടി വരുമെന്ന് നിയമനിർമ്മാതാക്കൾ അഭിപ്രായപ്പെട്ടു. പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ നിർദ്ദേശം. നിലവിലെ അധികാരങ്ങൾ ഉപയോഗിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പൊതുവിപണികളെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും സ്വകാര്യ വിപണികളിൽ ആവശ്യമായ ഡേറ്റ ശേഖരിക്കുവാനും അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുവാനും അധിക നിയമപരമായ അധികാരങ്ങൾ ആവശ്യമായേക്കുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. സ്വകാര്യ വിപണികളിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഒഴിവാക്കുന്നതിനുമായി സർക്കാർ ഈ വിഷയത്തിൽ നടപടികൾ പരിഗണിക്കണമെന്ന് നിയമനിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു. കുട്ടികളുടെ അശ്ലീല വീഡിയോ കൈവശം വെച്ച കേസിൽ മുൻ പ്രീമിയർ ലീഗ് ഫുട്ബോൾ റഫറി
ഡേവിഡ് കൂട്ടിന് നോട്ടിംഗ്ഹാം ക്രൗൺ കോടതി 9 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു. കൂടാതെ 10 വർഷത്തേക്ക് ബാധകമായ സെക്ഷൽ ഹാം പ്രിവെൻഷൻ ഓർഡറും കോടതി പുറപ്പെടുവിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പോലീസ് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് സ്കൂൾ യൂണിഫോം ധരിച്ച 15 വയസ്സുകാരനായ ബാലനെ ഉൾപ്പെടുത്തിയ അശ്ലീല വീഡിയോ കണ്ടെത്തിയത്. ഇത് കാറ്റഗറി എയിൽ പെടുന്ന ഏറ്റവും ഗുരുതരമായ തരത്തിലുള്ള അശ്ലീല ദൃശ്യമായിരുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. നോട്ടിംഗ്ഹാംഷെയറിലെ കോളിംഗ്ഹാമിലെ വുഡ്ഹില്ലിൽ താമസിക്കുന്ന കുട്ടികളുടെ അശ്ലീല ചിത്രം നിർമ്മിച്ചുവെന്ന കുറ്റം കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ സമ്മതിച്ചിരുന്നു. കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ പ്രകാരം കൂട്ടിന്റെ ലാപ്ടോപ്പ് ഒരു ഹാർഡ് ഡ്രൈവുമായി ബന്ധിപ്പിച്ചിരുന്നതായും 2020 ജനുവരി 2-ന് 2 മിനിറ്റ് 11 സെക്കൻഡ് ദൈർഘ്യമുള്ള കാറ്റഗറി എ മൂവിംഗ് ഇമേജ് ഡൌൺലോഡ് ചെയ്ത് സ്ക്രീനിൽ കണ്ടതായും കണ്ടെത്തി. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ഇത് യഥാർത്ഥ ഒരു കുട്ടിയെ ബാധിക്കുകയും അതുവഴി ആ കുട്ടിക്ക് ഗുരുതരമായ മാനസികവും സാമൂഹികവുമായ ദോഷം ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ശിക്ഷ വിധിക്കുമ്പോൾ ജഡ്ജി നിർമ്മൽ ശാന്ത് കേസിൽ പറഞ്ഞു. ലൈഫ് അറ്റ് 25 എന്ന 12 ചെറുകഥകൾ അടങ്ങിയ പുസ്തക പ്രകാശനം ചെയ്തു. ജനുവരി 7-ന് ഓൺലൈനായാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. തൃശൂരിലെ ചാലക്കുടി സ്വദേശിനിയായ അസ്ബി മനോജ് എന്ന UK പ്രവാസി വനിതയുടെ പുസ്തകമാണ് ലൈഫ് അറ്റ് 25. ഏറെ ലളിതമായ വാക്കുകളിലൂടെ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും ബന്ധങ്ങളുടെയും പ്രവാസി ജീവിതത്തിന്റെയും റിയൽ ലൈഫ് അനുഭവങ്ങളാണ് ഈ പുസ്തകം വായനക്കാരുമായി പങ്കുവയ്ക്കുന്നത്. ജീവിതം 30കളോട് അടുക്കുമ്പോൾ ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തിരുത്തലുകളെക്കുറിച്ചും തിരിച്ചറിവുകളെക്കുറിച്ചും വളരെ ആരോഗ്യപരമായ രീതിയിൽ എഴുത്തുകാരി ഈ പുസ്തകത്തിലൂടെ പറയുന്നു. ഇപ്സ്വിച്ചിലെ കെയർ ഹോം ജീവനക്കാരിയാണ് അസ്ബി. തിരക്കുകൾ നിറഞ്ഞ ജീവിതത്തിലെ ഒഴിവുനേരം കണ്ടെത്തി എഴുതിയ ആദ്യ പുസ്തകമാണിത്. ലൈഫ് അറ്റ് 25 വിതരണം ജനുവരി അവസാനം മുതൽ ആരംഭിക്കും. UK മലയാളി ജോൺ തോമസ് കാർഡിഫിൽ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. കുറച്ചു മാസങ്ങളായി ക്യാൻസർ ബാധിതനായി കാർഡിഫ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. രേണു ജോണാണ് ഭാര്യ. റൂബൻ, ആദിയ എന്നിവർ മക്കളാണ്. ശവസംസ്കാര ശുശ്രൂഷയും മറ്റു വിവരങ്ങളും പിന്നീട് അറിയിക്കുമെന്ന് സഭാ ശുശ്രൂഷകൻ റവറൻ ബിനോയ് എബ്രഹാം അറിയിച്ചു. മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി അധ്യാപകൻ പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അധ്യാപകന്റെ ഫോണിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. റിമാൻഡിൽ കഴിയുന്ന സംസ്കൃത അധ്യാപകൻ അനിലിന്റെ ഫോണിലാണ് അശ്ലീല ദൃശ്യങ്ങളുള്ളത്. അതേസമയം സ്കൂളിൽ വെച്ചും ലൈംഗിക അതിക്രമം നടന്നതായി വിദ്യാർത്ഥികളുടെ മൊഴി. ചില വിദ്യാർത്ഥികളെ അധ്യാപകൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ച് പീഡിപ്പിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പോലീസിൽ മൊഴി നൽകി. പ്രസവശേഷം യുവതിയുടെ ശരീരത്തിൽ തുണി കുടുങ്ങിയ സംഭവത്തിൽ സംസ്ഥാന ആരോഗ്യ വിദഗ്ധരുടെ സംഘം ഇന്ന് വയനാട്ടിലെത്തും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം അന്വേഷണം നടത്താനെത്തുക. വിജയ് ചിത്രം ജനനായകൻ റിലീസ് ചെയ്യുവാൻ അനുമതി നൽകി മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ്. US സർട്ടിഫിക്കറ്റ് നൽകുവാനാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ജസ്റ്റിസ് PT ആശയാണ് കേസിൽ വിധി പറഞ്ഞത്. കർണാടകയിലെ കൊപ്പളയിൽ വാഹനാപകടത്തിൽ 4 മരണം. ശബരിമല തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. 7 വയസ്സുകാരി ഉൾപ്പെടെ 4 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച വാഹനം നിർത്തിയിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.